എല്ലാവരും ചെയ്തൊരു മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ചാൽ ഈ ഗ്രേഡ് 1 ഫാറ്റ് ലിവർ കാണിച്ചു അല്ലെങ്കിൽ ഗ്രേഡ് 2 കാണിക്കുമ്പോഴേക്കും ഇത് എല്ലാവർക്കും ഉള്ളൊരു പ്രശ്നമല്ല എന്ന് പറഞ്ഞാൽ എല്ലാവരും അത് വിട്ടുകളയും. ഒരു ഗ്രേഡ് 3യോ അല്ലെങ്കിൽ ലിവറിന് ഡാമേജ് വരുമ്പോൾ ട്രീറ്റ് ചെയ്യാമെന്ന് വിചാരിച്ച് വെച്ചുകൊണ്ടിരിക്കും. ഈ ലിവറിന് ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി വരും. അതുപോലെ ഹോർമോൺ ചേഞ്ചസ് ഉണ്ടാവും. തൈറോയിഡിൻ്റെ ബുദ്ധിമുട്ടുകൾ വരാൻ ചാൻസ് ഉണ്ട്. ദഹന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ അവരിൽ കൂടുതലായിട്ട് കാണിക്കും. ഗ്യാസ്, ബ്ലോട്ടിങ്, മലബന്ധം, ചിലവർക്ക് ലൂസ് മോഷൻ, ആ രീതിയിലുള്ള പ്രശ്നങ്ങൾ കാണിക്കും. അതുപോലെ യൂറിക് ആസിഡ് ബോഡിയിൽ കൂടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നീർക്കെട്ട്, വേദനകൾ, ഇങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങൾ ബോഡിയിൽ ഫാറ്റ് ലിവറിന്റെ പ്രശ്നം കൊണ്ട് വരും. പക്ഷേ ഈസി ആയിട്ട് നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഈ ഫാറ്റ് ലിവർ എന്ന് പറയുന്നത്. അപ്പോൾ അതിന് തുടക്കത്തിൽ ട്രീറ്റ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാറ്റ് ലിവർ കൂടിക്കഴിഞ്ഞാൽ അത് യഥാർത്ഥമായിട്ട് നമ്മുടെ ലിവറിന് ബുദ്ധിമുട്ടുണ്ടാക്കും. അതുപോലെ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ബോഡിയിൽ വരാൻ ചാൻസ് ഉണ്ട്. അതുപോലെ യൂറിക് ആസിഡിന്റെ പ്രശ്നങ്ങൾ വരും, തൈറോയിഡിന്റെ പ്രശ്നങ്ങൾ വരും. അങ്ങനെ ഒത്തിരി ഹോർമോൺ ചേഞ്ചസ്, ഷുഗർ, ഡയബറ്റീസിലേക്ക് പോകാൻ ചാൻസ് ഉണ്ട്. ഇങ്ങനെ ഒത്തിരി അപകടങ്ങൾ ഫാറ്റ് ലിവറിന്റെ ഇഷ്യൂ കൊണ്ട് വരും. പക്ഷെ നമ്മുടെ ബോഡി പെട്ടെന്ന് അതിനൊരു ലക്ഷണങ്ങൾ കാണിക്കാത്തതുകൊണ്ട് എല്ലാവരും അത് വിട്ടുകളയും. അപ്പോൾ നിർബന്ധമായിട്ട് ഈ ഗ്രേഡ് 1 ഫാറ്റ് ലിവർ എന്ന് കാണിക്കുമ്പോൾ തന്നെ ട്രീറ്റ്മെന്റ് തുടങ്ങുന്നതാണ് ഏറ്റവും നല്ലത്. ഗ്രേഡ് 1 ഫാറ്റ് ലിവർ എന്നൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുക? അത് വളരെ സിമ്പിളായിട്ട് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ആദ്യം ക്രമീകരിക്കുക. എന്ന് പറഞ്ഞാൽ ഒത്തിരി വറുത്തത്, പൊരിച്ചിട്ടുള്ള സാധനങ്ങൾ ഒഴിവാക്കുക, അധികം മധുരമുള്ള സാധനങ്ങൾ ഒഴിവാക്കുക, അന്നജമൊക്കെ കൺട്രോൾ ചെയ്തിട്ട് പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണങ്ങൾ നമുക്ക് എടുക്കാം. ചിക്കൻ, മീൻ, മുട്ടയൊക്കെ കൂടുതൽ ഉൾപ്പെടുത്തുക. അതുപോലെ വെജിറ്റബിൾസ് നല്ലോണം കഴിക്കുക, ഫ്രൂട്ട്സ് ഒക്കെ ആഡ് ചെയ്തിട്ട് ഈ പറഞ്ഞ ജങ്ക് ഫുഡ്സ് ഒക്കെ ഒന്ന് ഒഴിവാക്കണം. അതുപോലെ എക്സസൈസ് നിർബന്ധമായിട്ടൊരു അരമണിക്കൂറോ 1 മണിക്കൂറോ ഡെയിലി ചെയ്യാനായിട്ട് ശ്രമിക്കണം. അതുപോലെ കറക്റ്റായിട്ട് റെസ്റ്റ് എടുക്കുക, നല്ലോണം ഉറങ്ങുക, നല്ലോണം വെള്ളം കുടിക്കുക. ഈ കാര്യങ്ങൾ ചെയ്യുമ്പോൾ തന്നെ ഈ ചെറിയ രീതിയിലുള്ള ഫാറ്റ് ലിവർ കറക്റ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അത് കോംപ്ലിക്കേഷനിലേക്ക് പോകില്ല. അപ്പോൾ വലിയൊരു അപകടത്തിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാനും പറ്റും.